തിരുവനന്തപുരത്ത് മലയിൻകീഴ മണപ്പുറം ഗുഡ് ഷെപ്പേർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1-ാം ക്ലാസ്സുകാരിക്ക് അധ്യാപകരുടെ മർദ്ദനം. സ്കൂളിലെ അധ്യാപികയായ രാഖിയാണ് കുട്ടിയെ മർദ്ദിച്ചത്. സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നു. കുട്ടികളെ ശുചിമുറി ഉപയോഗിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നുമാണ് ആരോപണം. സ്കൂളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ബാലാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകി. ജനം ബ്രേക്കിംഗ്. ആദ്യം നമുക്ക് 2 പ്രതികരണങ്ങൾ കേൾക്കാം. ചോദിക്കും, പക്ഷെ വിടൂല. നാൻസി ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം എനിക്ക് വയറുവേദന എടുത്തിട്ടുണ്ടായിരുന്നു. 3 പറഞ്ഞ ചോദിച്ചു. എന്നിട്ട് കഴുത്തി കിടക്കുന്ന ലോക്കറ്റിൻ്റെ മാല എടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ. അപ്പോഴാണെങ്കിൽ അടുത്തിരുന്ന ധ്വനി പറയുന്നു, ദൈവം കൊള്ളൂല. അപ്പം ഞാൻ പക്ഷേ ചോദിച്ച് അതെന്താ നമ്മൾ ചോദിച്ചിട്ടും വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കായിരുന്നു ടോയ്ലറ്റ് ആവശ്യമുണ്ടായിരുന്നു. നാൻസി ടീച്ചർ രാഖി ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റാണ്. അവിടെ പിടിച്ച് തറയിലൊക്കെ എഴുതും. പിന്നെ ഇന്നലെ ഒരു കുട്ടീനെ ചോറ് കഴിക്കുമ്പോൾ ലേറ്റായിപ്പോയി. ഇന്നലെ പീറ്റിക്ക് പോകും. അപ്പോഴാണെങ്കിൽ എണീറ്റ് നിന്ന് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫുൾ കഴിച്ച് തീർന്നിട്ടായിരുന്നു ആ കുട്ടി പാത്രം കഴുകാൻ പോയത്. പിന്നെ ഈ ചോറ് കഴിച്ചിട്ട് നമ്മളെ ബാത്റൂമിൽ ഇങ്ങനെ ആൻറ്റിമാർ കഴുകി തരും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് കഴുകണം. ഇങ്ങനെ വഴക്ക് പറയുന്നത് നമ്മൾ. രാഖി ടീച്ചർ അന്നേരം ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ച് ഇപ്പം ഞാൻ പിടിച്ച് തറയിരുത്തുമെന്ന്. പക്ഷേ അപ്പോൾ ആ കുട്ടി പുറകിൽ നിന്ന് സംസാരിച്ചപ്പം ആണെങ്കിൽ ഒരു അടി കൊടുത്തിട്ട് തറയെ പിടിച്ചിരുത്തിയപ്പോൾ കുട്ടി ബെഞ്ചിൻ്റെ ഇങ്ങോട്ടൊന്നും ഇരുന്ന്. അപ്പോൾ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെയും കമ്പ് വെച്ചിട്ട് അടി കൊടുത്തിട്ട് അങ്ങോട്ട് ഇരുന്നെഴുതുന്നു. സഭയുടെ സ്കൂളാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു സഭയുടെ ഉള്ള വിശ്വാസവും ഈ നമ്മുടെ സിസ്റ്റേഴ്സും സഭയിൽ നടത്തുന്ന സ്കൂളായതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ ഞങ്ങളാക്കിയത്. ആ ഒരു പരിഗണനയും കൂടെ കിട്ടുമെന്ന് കരുതിയാണ്. കുഞ്ഞിന് ചെറിയ സർജറി കഴിഞ്ഞുകൊണ്ട് ആ ഒരു ഇഷ്യൂസൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, സിസ്റ്ററിനോടും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങി ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ രാഖി എന്ന് പറയുന്നൊരു ടീച്ചറുണ്ട്. ഈ ടീച്ചർ കുഞ്ഞിൻ്റെ കൈയുടെ ഈ ഷോൾഡറിനും ഈ ട്രൈസെപ്സിന് താഴെയായിട്ട് ഇവിടെ അടിക്കുന്നു. നമ്മളൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കേൾക്കുന്നതിന് പകരം ഈ സിസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇവർ ഒരു അധ്യാപിക തന്നെയാണോ എന്നാണ്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ 5 വയസ്സെങ്ങാണേ ഉണ്ടാവുള്ളൂ. ആ കുഞ്ഞിന് 5 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഇത്തരത്തിൽ പ്രാഥമിക ആവശ്യത്തിന് പോലും പോകാൻ അനുവദിക്കാതെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഒപ്പം ഒരു അധ്യാപകന്റെ വെളിപ്പെടുത്തൽ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ അധ്യാപകൻ ഇതുപോലെ നിരന്തരം ഈ അധ്യാപികക്കെതിരെ പരാതി ഉയർത്തിയിട്ടും സ്കൂൾ അധികൃതർ കണ്ണടച്ചു എന്നുള്ള ഗുരുതര ആരോപണം കൂടി വരുന്നുണ്ട്. എന്താണ് സാഹചര്യം? എന്താണ് ഈ കുഞ്ഞിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്? ഈ അധ്യാപികക്കെതിരെ നടപടിയെടുക്കാൻ എന്തെങ്കിലും ശ്രമം ആരംഭിച്ചോ സ്കൂൾ അധികൃതർ? അശ്വതി, യാതൊരു രീതിയിലുള്ള നടപടികളും ഇതുവരെയും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ആരോപണം മാത്രമാണ്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, അതിന് കഴിമ്പില്ല എന്നുള്ളതാണ് സ്കൂളിന്റെ നിലപാട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായി അവരുടെ പ്രതികരണം നമ്മൾ തേടാൻ വേണ്ടി വിളിച്ചിരുന്നു. പക്ഷേ ലൈനിൽ അവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതേസമയം തന്നെ ഈ കുട്ടി പറയുന്നത്, ഈ കുട്ടി നിരന്തരമായി, അതായത് 1-2 തവണ മർദ്ദനം കിട്ടി, അതിനുശേഷം ഇതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാനടക്കം പോകാൻ സമ്മതിക്കാത്തൊരു നിലപാട് അധ്യാപകർ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ഒരു കടുത്ത ഒരു മൗലിക അവകാശ ലംഘനമായി തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടിയിരിക്കുന്നത്. കാരണം കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ഇന്റർവെൽ ടൈമിൽ മാത്രമേ വാഷ്റൂമിൽ പോകാൻ പാടുള്ളൂ എന്നൊക്കെ ആ കുട്ടികളോട് പറയുന്നത് ഒരു രീതിയിലൊരു മനസാക്ഷി ഇല്ലാത്ത പെരുമാറ്റമാണത്. അധ്യാപകർക്കെതിരെ പരാതിയായി HMന്റെ അടുത്തടക്കം ഈ കുട്ടിയുടെ പേരൻസ് അറിയിച്ചിരുന്നെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, കുഞ്ഞു കുട്ടികളാണ് എന്നുള്ളൊരു മാനുഷിക പരിഗണന അവർക്ക് നൽകുന്നില്ല
എന്നുള്ളതാണ്. ഒരു കുട്ടിയടക്കം ക്ലാസ്സിൽ സംസാരിച്ചതിന് കുട്ടിയെ നിലത്ത് ഇരുത്തി. ഇന്നലെ തന്നെ ആഹാരം കഴിക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ക്ലാസ് റൂമിൽ എല്ലാവരുടെയും മുന്നിൽ നിർത്തിക്കൊണ്ട് മുഴുവൻ ഭക്ഷണവും കഴിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അങ്ങനെ വലിയ പരാതികളാണ് ഉയരുന്നത്. പക്ഷേ പരാതികളെ തള്ളുകയാണ് സ്കൂൾ അധികൃതർ എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ബാലാവകാശ കമ്മീഷനും കൂടാതെ തന്നെ സംസ്ഥാനത്തെ ശിശു വികസന വകുപ്പ് മന്ത്രി കൂടാതെ മുഖ്യമന്ത്രി ഇവർക്ക് 3 പേർക്കും പരാതി നൽകിയിരിക്കുകയാണ് ഈ 6 വയസ്സുകാരിയുടെ കുടുംബം. ഒപ്പം തന്നെ സ്കൂളിലേക്ക് ഇനി ആ കുട്ടിയെ അയക്കില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ആദ്യമൊക്കെ അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായപ്പോൾ അതിലൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മാറ്റം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇനി അവിടേക്ക് ഉണ്ടാകില്ല കുട്ടി എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സുനിൽ, അതായത് ഈ സ്കൂളിലെ മുൻ കരാട്ടെ അധ്യാപകൻ ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ സ്കൂളിൽ സംഭവിക്കുന്നത്? താങ്കളടക്കം ഈ ക്രൂരമർദ്ദനത്തിന് ദൃക്സാക്ഷിയായവരാണ്. താങ്കളൊക്കെ അന്ന് പ്രതികരിച്ചപ്പോൾ പോലും കൃത്യമായ ഒരു നടപടി ഈ അധ്യാപികയ്ക്കെതിരെ എടുത്തില്ലായിരുന്നു. എന്താണ് ശരിക്കും ഈ സ്കൂളിൽ സംഭവിക്കുന്നത് സുനിൽ? എന്തായാലും അധ്യാപിക രാഖിക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതര പരാതി ഉയർന്നിരിക്കുന്നത്. ശാലിനി ഉണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ. ശാലിനി, ഇതുപോലെ മറ്റ് അധ്യാപകർക്കൊക്കെ വിയോജിപ്പുണ്ടായിരുന്നു ഈ രാഖി എന്നുള്ള അധ്യാപികക്കെതിരെ. കാരണം ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിനൊക്കെ ചില അധ്യാപകർ എതിരായിരുന്നു. പക്ഷെ അവർ അപ്പോഴൊക്കെ പരാതികൾ എപ്പോഴൊക്കെ ഉയർത്തുന്നു അപ്പോഴൊക്കെ ആ പരാതികളെ അടിച്ചമർത്തിക്കൊണ്ട് രാഖി എന്ന അധ്യാപികയ്ക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കുകയായിരുന്നു സ്കൂൾ അധികൃതർ. തീർച്ചയായും 2 അധ്യാപകരുടെ പേരാണ് ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത്. ഒന്ന് രാഖി, മറ്റൊന്ന് നാൻസി. രാഖിയാണ് കുട്ടിയെ ആദ്യഘട്ടത്തിൽ അടിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. കമ്പ് വെച്ചും അല്ലാതെയും അടിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് 2 മാസങ്ങൾക്കുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. ശേഷം ഈ യൂറിൻ പാസ് ചെയ്യാനായി കുട്ടിയോട് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കുട്ടിയുടെ അടുത്ത് ഷൗട്ട് ചെയ്യുകയും മറ്റൊരു കുട്ടിയെ നിലത്തിരുത്തുകയും ഒപ്പം തന്നെ ഈ ഭക്ഷണം കഴിക്കുന്നതിനടക്കം വലിയ രീതിയിലുള്ള ഷൗട്ടിങ് കുട്ടിയുടെ അടുത്ത് നടത്തിയതുമൊക്കെ നാൻസി എന്ന് പറയുന്ന അധ്യാപികയാണ്. 2 അധ്യാപകർക്കും എതിരെയാണ് നിരന്തരം ഈ പേരൻസ് പരാതി നൽകിയത്. ഈ 6 വയസ്സുകാരി മാത്രമല്ല, സമാനമായ രീതിയിൽ അനുഭവങ്ങളുള്ള നിരവധി കുട്ടികൾ ആ സ്കൂളിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ 6 വയസ്സുകാരിയും ഒപ്പം തന്നെ എൻ്റെ കുടുംബാംഗങ്ങളും വ്യക്തമാക്കുന്നത്. അവരൊക്കെ പേടിച്ചും ഭയന്നും ഒപ്പം തന്നെ മാറ്റമുണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച കുട്ടികളെ അവിടെ നിർത്തിയേക്കുകയാണ് എന്നുള്ളതാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റ് നടപടികൾ തുടരുകയാണ് ഈ കുടുംബം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നിയമ നടപടിയാണ്. മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ നടപടി ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മറ്റ് വശങ്ങൾ നോക്കാം എന്നുള്ളതാണ് ഈ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഒരു ബുക്ക് എടുത്ത് വെച്ചില്ല, അല്ലെങ്കിൽ ഇന്റർവെൽ ടൈമിൽ ഇന്നലെ ആ കുട്ടി PT പീരീഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ മറിഞ്ഞു വീണിരുന്നു. ഗ്രൗണ്ടിൽ വീണതിന് ശേഷം മറ്റൊരു വിദ്യാർത്ഥിയാണ് അധ്യാപികയോട് പോയി പറയുന്നത് ഇങ്ങനെ ഈ കുട്ടി അവിടെ വീണിട്ടുണ്ട് എന്നുള്ളത്. ശേഷമാണ് അധ്യാപിക അറിയുന്നത് പോലും ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആ സമയത്ത് PT പീരീഡിൽ കുട്ടികളെയൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുമ്പോൾ സ്വാഭാവികമാണ് മറിഞ്ഞു വീഴാനും കളിക്കുന്നതിനിടയ്ക്കൊക്കെ സംഭവിക്കാറ്. പക്ഷെ ആ സമയത്ത് അവരുടെ ഒരു മേൽനോട്ട ചുമതല അധ്യാപിക വഹിക്കേണ്ടതാണ്. പക്ഷെ ആ അധ്യാപിക ആ സമയത്ത് മറ്റേതോ തിരക്കുകളായി മറ്റെവിടെയോ ആയിരുന്നു എന്നുള്ളതാണ്. ഈ കുട്ടി വീണതുപോലും അവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും നിയമവശം തേടുകയാണ്. ഒപ്പം തന്നെ കുട്ടി ഇനി ആ സ്കൂളിലേക്ക് സമാനമായ പരാതി സ്കൂളിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. അധ്യാപികമാരായ നാൻസി, രാഖി എന്നിവർക്കെതിരെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നത്. അപ്പോഴും സ്കൂൾ അധികൃതർ വ്യക്തമായൊരു നടപടിയോ അല്ലെങ്കിൽ ഇതിലൊരു മറുപടിയോ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.